ഗാസയിലും ലെബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും നടത്താൻ UN-ൽ വാദമുയർത്തി ഇസ്രായേൽ സേന ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കുക എന്ന പേരിലാണ് ഈ പുതിയ നീക്കം. ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കൻ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയൻ ബഷറുൽ അസാദിന്റെ വിധി ഹൂതികൾക്കും വരുമെന്നാണ് മുഴക്കിയിരിക്കുന്ന ഭീഷണിയുടെ ഒരു അന്തസ്വത്വം. വൈദ്യുതി നിലയങ്ങൾ, വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബെൻ ഗുഗീറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും $120 കോടി വാർഷിക ബഡ്ജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മുടക്കുകയാണെന്നും UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൽ പറഞ്ഞു. എന്നാൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ചിരുന്നു. ഇസ്രായേൽ ക്രൂരത ഗാസയിൽ തുടരുകയാണ്. അതിശൈത്യം വേട്ടയാടുന്ന ഗാസയിൽ ആവശ്യമായ പ്രതിരോധങ്ങളില്ലാത്ത 6 കുട്ടികളടക്കം 7 പേർ മരണത്തിന് കീഴടങ്ങി. വെറും 20 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഇതിലുണ്ട്. ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവർക്കാണ് അതിശൈത്യം മരണം മുൻനിരയിൽ നിർത്തിയത്. ശക്തമായ മഴയും ഗാസയിൽ ജനജീവിതം നഗര തുല്യമാക്കുകയും ചെയ്തു. വടക്കൻ ഗാസയിൽ പ്രവർത്തനം തുടർന്ന അവസാന ആശുപത്രിയായ കമാൽ അദ്വാൻ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയയെ പിടികൂടിയ ഇസ്രായേൽ കുപ്രസിദ്ധമായ സദി തിമാൻ തടവറയിലടച്ചതായി മകൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.